ഏതുകാലത്തും കവിത ആവേശിച്ച കുഞ്ഞുങ്ങൾ ജനിച്ചിട്ടുണ്ട്, ഇനിയും ജനിക്കും. യശപ്രാർത്ഥികളുടെ ദുരാത്മവനങ്ങളിലൂടെ കവിതയുടെ മന്ത്രവടി വീശി അവർ നടക്കും. മലയാള കാവ്യകലയുടെ തിരുമുറ്റത്ത് തൻ്റെ പൂമരത്തിലെ പലവർണ്ണ പൂക്കളാൽ സൗന്ദര്യ ചിന്തകൾ വിതറുന്ന ഈ കവിയെ ശ്രീമതി ഷീജ വക്കത്തിന് അവരുടെ രചനകളിലൂടെ പരിചയപ്പെടാം. ഈ ഡോക്യുമെൻ്ററി ശ്രീമതി ഷീജ വക്കം എന്ന പ്രതിഭാധനയായ കവിയുടെ ഏതാനും ചില കവിതകളിലൂടെയുള്ള ഒരു സാഹിത്യ വിദ്യാർത്ഥിയുടെ സഞ്ചാരമാണ്. ഇരു കൈകൾ തങ്ങളിൽ വേരുപിടിക്കുന്ന ഹൃദയൈക്യമറിയാൻ കവിതയെ നീയല്ലാതാരും. കവിതകളുടെ സവിശേഷതകൾ, കവിത വന്ന വഴി, ശൈലി എന്നിവയുടെ ഒരു ചെറു വിവരണം, കവിയെക്കുറിച്ച്, കവിതകളെക്കുറിച്ച്, കവിതാസ്വാദനത്തിലൂടെ കൈവന്ന അറിവുകളും മറ്റു വായനക്കാരുടെ അഭിപ്രായങ്ങളും ചില പ്രശസ്ത വ്യക്തികളുടെയും കവികളുടെയും അഭിപ്രായങ്ങളും അഭിമുഖത്തിൻ്റെ രീതിയിലും ശബ്ദ സാന്നിധ്യത്തിലൂടെയും ക്രോഡീകരിച്ചിരിക്കുന്നു. ശ്രീമതി ഷീജ വക്കത്തെക്കുറിച്ച് പ്രശസ്ത കവി വിജയലക്ഷ്മി പറയുന്നത് ഇപ്രകാരമാണ്. അന്തിക്കള്ളും പ്രണയശാപം എന്ന പുസ്തകത്തിൻ്റെ അവതാരികയിലാണ് ഇങ്ങനെ സൂചിപ്പിക്കുന്നത്. ആശയവിനിമയത്തിൻ്റെ ആകാശ നിലയങ്ങൾ ലോകത്തെ ചെറുപ്പമാക്കി, നവോന്മേഷഭരിതമാക്കി, സാങ്കേതിക വിസ്ഫോടനത്തിൻ്റെ വിസ്മയ വെളിച്ചം സാംസ്കാരിക സൗകുമാര്യത്തെ പ്രഭാപൂരിതമാക്കി, സ്വന്തം വാക്കുകളുടെ സുരക്ഷാ കവചത്തിൽ ആരെയും ആശ്രയിക്കാതെ അശുഭതരംഗങ്ങളെ അതിജീവിക്കുക അത്ര എളുപ്പമല്ല. അത് സാധ്യമെന്ന് തെളിയിച്ച കവിയാണ് ഷീജ വക്കം. സഹജ പ്രതിഭയും സമർപ്പിത സാധകവും ഒരേ ശബ്ദത്തിൽ വിളിക്കുമ്പോൾ ഭാഷയും ഭാവനയും താളമാടുന്നു. ഈ കവിതകൾ ആസ്വദിക്കുന്ന ഏതൊരാൾക്കും ഇത് തന്നെയാവും തോന്നുക. പ്രശസ്ത ബാലസാഹിത്യകാരനും സാംസ്കാരിക പ്രവർത്തകനും ശാസ്ത്ര സാഹിത്യ പരിഷത്തിൻ്റെ സന്തത സഹചാരിയും ആയ ശ്രീ AK ജോഷി ഷീജ വക്കത്തിൻ്റെ കവിതകളെക്കുറിച്ച് പറയുന്നത് ഇപ്രകാരമാണ്. ഷീജ വക്കത്തിൻ്റെ കവിതകൾ ശ്രദ്ധയിൽപ്പെടുന്നത് വളരെ വൈകിയായിരുന്നു എന്ന് അല്പം ലജ്ജയോടെയാണ് പറയുന്നത്. FBയിൽ ഒരു സുഹൃത്ത് പോസ്റ്റ് ചെയ്ത അന്തിക്കള്ളം പ്രണയശാപം വായിച്ചതോടെ ഷീജ വക്കം കവിതകളുടെ ഒരു ആരാധകനായി മാറിയിരുന്നു. ഹൃദയഹാരിയായ കവിതയായിരിക്കുമ്പോൾ തന്നെ അതേ നിലവാരമുള്ള കഥയുമാകുന്നു ഷീജയുടെ പല രചനകളും. അന്തിക്കള്ള്, ഊരുക്ക് പോകലാം കണ്ണെ, വാളമീൻ കൽപ്പിക്കുന്നു, അങ്ങൊരു പാക്കാന്ത പാർത്തിരുന്നു, അമ്പിളിയമ്മായി തുടങ്ങിയ കവിതകളെല്ലാം ഇക്കൂട്ടത്തിൽ പെടുത്താം. വിഷാദം തുടിക്കുന്ന ഗലീലിക്കടൽ, ഗ്ലൂമി സൺഡേ എന്നീ കവിതകൾ ഹൃദയഭേദിയാവുമ്പോൾ അതേസമയം സറ്റേറിൻ്റെ സ്മേരമുദ്ര പതിഞ്ഞ മന്മഥദാസ, അന്തഹന്തക്കിന്തപട്ട, പുഷ്കരൻ കൊടുങ്കാറ്റ് എന്നീ കവിതകൾ കവിയുടെ രുചിഭേദം കുറിക്കുന്നു. കവിതയെ ആവേശിച്ച മന്ത്രവടി എന്നും കവിയുടെ കയ്യിലുണ്ടാവട്ടെ. തേരി കേറിയിറങ്ങി വന്നു കലുങ്കിലെത്തുമ്പോൾ പായലിൻ്റെ കിളിന്തുമേനി തെളിഞ്ഞ നീർക്കുത്ത്, ഓലവാരി വലിച്ചുടുത്തയലത്തു നിൽക്കുന്നു, പ്രേമലായനി നീട്ടി എന്നിട നെഞ്ചിലെ ശാപ്പ്. ഇപ്പോൾ സമകാലത്ത് ഏറ്റവും സജീവമായിട്ട് എഴുതുന്നൊരു കവിയാണ് ഷീജ വക്കം. നമ്മൾ കവിതേനെ പറ്റി എപ്പോഴും പറയുമ്പോൾ പാരമ്പര്യ കവിത, പുതുകവിത അങ്ങനെയൊക്കെ തിരിക്കാറുണ്ട്. പക്ഷേ ഒരേ സമയം തന്നെ പാരമ്പര്യ കവിതയുടെ ഊർജ്ജവും പുതിയ ഭാവുകത്വത്തെ മനസ്സിലാക്കിക്കൊണ്ടുള്ള എഴുത്തും കൂടി ചേരുന്ന ഒരു കവിതയാണ് ഷീജ വക്കത്തിൻ്റെത്. ഇപ്പോൾ ഊരുക്ക് പോകലാം കണ്ണേ എന്നുള്ള കവിത, അന്തിക്കള്ളും പ്രണയശാപം എന്നുള്ള കവിത, അങ്ങനെ നിരവധിയായിട്ടുള്ള തുടർച്ചയായിട്ട് വരുന്ന കവിതകൾ നോക്കിയാൽ നല്ല താളത്തിലും ഈണത്തിലും നമുക്ക് ചൊല്ലാൻ പറ്റുന്ന കവിതകളാണ്. അതേസമയം തന്നെ കാലത്തിൻ്റെ ഏറ്റവും നമ്മൾ പറയില്ലേ പുതുക്കിയ കാലത്തെ അഭിസംബോധന ചെയ്യുന്ന കവിത കൂടിയാണ്. പിന്നെ ഒരു കവിതയെ കവിതയാക്കുന്നതിൻ്റെ ഭാഷയും അതിൻ്റെ ആഖ്യാനമാണ്. ഇപ്പോൾ മാരിക്കൊളുന്തുമായി ചാരത്ത് നിൽക്കുക എന്ന് പറയുമ്പോൾ അതിൽ ആ വാക്കുകൾ അടുക്കി വെച്ചിരിക്കുന്നതിൻ്റെ ഒരു സൂക്ഷ്മത, ഒപ്പം തന്നെ അതിൻ്റെ ഇമോഷണലായിട്ടുള്ള വൈകാരികമായിട്ട് ആ കവിത നമ്മളെ തൊടുന്നുണ്ട്. അപ്പോൾ ഒരേ സമയം തന്നെ ആഖ്യാനത്തിലും ആശയത്തിലും നമ്മളെ തൊടുന്ന കവിത. പ്രത്യേകിച്ച് ഒരു സ്ത്രീ എഴുതുമ്പോൾ നമുക്കൊരു സന്തോഷമാണ്, ഒരു സ്ത്രൈണതയുടെ ഒരു ഊർജ്ജം കൂടി ഇത്തരം കവിതകൾ. ഇതൊരു പക്ഷേ ഒരു പുരുഷനെ എഴുതി കഴിഞ്ഞാൽ ഇത്ര ഊർജ്ജം നമുക്ക് കിട്ടില്ല. അപ്പോൾ അന്തിക്കള്ളും പ്രണയശാപം നോക്കിയപ്പോൾ കള്ളും പ്രണയവും രണ്ട് ലഹരിനെ ചേർത്ത് വെച്ചിരിക്കുകയാണ്. ഒരു സ്ത്രീ അങ്ങനെ ഒരു കള്ളുഷാപ്പിനെ കുറിച്ച് എഴുതാൻ സാധ്യതയില്ല എന്ന് വിചാരിക്കുന്ന സമയത്താണ് ഒരു പക്ഷെ കഥയൊക്കെ വരെയായിരിക്കാം, പക്ഷെ കവിതയിൽ ഒരു കഥ കൊണ്ടുവരികയും തൻ്റെ ഒരു അനുഭവത്തെയോ തൻ്റെ ഒരു ഫിക്ഷൻ തന്നെയായിരിക്കും, പക്ഷെ അതിനെ ആ രീതിയിൽ കൊണ്ടുവന്ന് ഒരു മനോഹരമായിട്ടുള്ള കവിതയാക്കി മാറ്റിയിരിക്കുകയാണ്. ഇപ്പോൾ
ഒരു അവരുടെ ഒരു കവിതയുടെ ഒരു പൊതുവായിട്ടുള്ളൊരു സവിശേഷത അവർ വളരെയധികം കവിതയെ നിരീക്ഷിക്കുന്ന ഒരാളായിട്ട് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് കവിതകൾ നിരീക്ഷിക്കുന്ന ഒരാൾക്കാണ് അത്തരത്തിലുള്ള ഭാഷയിലെ കയ്യടക്കം ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്താണ് നമ്മൾ എഴുതി വെക്കുന്നതെന്നല്ല, എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ കട്ട് ചെയ്ത് കളയുന്നു എന്നുള്ളതാണ് ചെത്തി കൂർപ്പിച്ച് നമ്മൾ എത്തുള്ളൂ ഒരു ഫോം. അതാണ് സത്യത്തിൽ കവിത. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഒരു അത്രയും ചെത്തി കൂർപ്പിച്ച് ഭാഷയുടെ അതിനെ ഏറ്റവും മിനിമലിസ്റ്റിക് ആയിട്ട് അതിൻ്റെ അനുഭവത്തെ കൊണ്ടുവരുന്നു. എന്നാൽ അത് വളരെ തീവ്രവുമാണ്. ഒരേ സമയം തന്നെ സൂക്ഷ്മവും തീവ്രവുമായിട്ടുള്ള ഒരു ആവിഷ്കാരമാണ് ഷീജയുടെ കവിതകൾ. ആ അർത്ഥത്തിൽ അത് വളരെയധികം വായനക്കാർക്കും അക്കാദമിക്കുകൾക്കും എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്നതിൻ്റെ കാരണം അതാണ്. നമുക്കതിനൊരു ടെക്സ്റ്റ് എന്നുള്ള രീതിയിൽ, ഒരു പാഠം എന്നുള്ള രീതിയിൽ കവിതയുടെ ഭാഷയെക്കുറിച്ച് വേണമെങ്കിൽ പഠിക്കാം. അതേസമയം തന്നെ ഒരു സാധാ വായനക്കാർക്ക് പോലും അവരുടെ ജീവിത പരിസരത്ത് നിന്നുകൊണ്ട്, അനുഭവ പരിസരത്ത് നിന്നുകൊണ്ട് വളരെ സാധാരണമായിട്ട് നിന്ന് ആസ്വദിക്കാനും പറ്റും. ഇനി ഒരു കലാപരമായിട്ടുള്ള ആസ്വദിക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കും. അപ്പോൾ കവിതയുടെ എസ്തെറ്റിക്സ് വേണമെങ്കിൽ നമുക്കതിൽ പഠിക്കാൻ പറ്റും. അങ്ങനെ പല അടരുകളിൽ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു കവിതയാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഷീജ വക്കത്തിൻ്റെ അന്തിക്കളിലും പ്രണയശാപം എന്ന് പറയുന്ന ആ ഒരു പുസ്തകത്തിൽ അതിൻ്റെ ആ ഒരു ആമുഖത്തിൽ തന്നെ വിജയലക്ഷ്മി പറയുന്നുണ്ട്, രക്തദാഹിയായ കവി എന്നാണ് ഷീജ വക്കത്തിനെ വിശേഷിപ്പിക്കുന്നത്. അതിനൊപ്പം തന്നെ ആ പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്തിൽ ഷീജ തന്നെ പറയുന്നുണ്ട്, എൻ്റെ കവിത എൻ്റെ കണ്ണീരാണ്, അത് തോന്നും പോലെ ഒഴുകും, എൻ്റെ സ്വാതന്ത്ര്യം, എൻ്റെ തോന്നിയവാസങ്ങൾ, എൻ്റെ ബോധ്യങ്ങൾ അത് തോന്നും പോലെ ഒഴുകും എന്നാണ് ഷീജാവക്കം സ്വന്തം കവിതയെക്കുറിച്ച് പറയുന്നത്. ഇടയ്ക്ക് മാത്രം പൂക്കുന്ന ചില്ലകൾ. ഈ രണ്ട് വാചകങ്ങളിലൂടെ തന്നെ ഷീജാവക്കത്തിൻ്റെ കവിതയെ നമുക്ക് പെട്ടെന്ന് തന്നെ അടയാളപ്പെടുത്തുന്നുണ്ട്. ആ സ്വന്തം അഭിപ്രായവും വിജയലക്ഷ്മി ടീച്ചറുടെ അഭിപ്രായവും കൂടെ കൂട്ടി വായിക്കുമ്പോൾ നമുക്കത് കൃത്യമായിട്ട് ലഭിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ നമ്മുടെ ഈ ചുറ്റുപാടുകളിൽ കാണുന്ന ഓരോ പൂവിനെയും ചെടിയെയും ഇലയെയും നമ്മളൊന്നും കവിത കാണാത്ത ഒരുപാട് സംഗതികളിൽ അവർ കവിത കാണുന്നുണ്ട്. എരിക്കും ചെടിയിൽ കവിത കാണുന്ന ഒരാൾ, മുരിങ്ങയിൽ, വരിക്കപ്ലാവിൽ, അങ്ങനെ ഓരോ നമ്മളൊന്നും കവിത ദർശിക്കാത്ത ഒരുപാട് ഇടങ്ങളിൽ കവിത കാണുന്ന ഒരു പ്രകൃതി നിരീക്ഷകയാണെന്ന് പറയാം. നമ്മളൊന്നും കാണാത്ത ഒരുപാട് കാഴ്ചകൾ കാണുന്ന ഒരു ഭാവനാ ജീവിയാണെന്ന് പറയാം. അങ്ങനെ എങ്ങനെയൊക്കെ വിശേഷിപ്പിച്ചാലും നമുക്കെല്ലാം അസൂയ ജനിപ്പിക്കുന്ന വിധം വാക്കുകൾ ഉപയോഗിക്കുന്ന ഒരാൾ, ഒരിക്കലും കവിതയിൽ കേൾക്കാത്ത വാക്കുകൾ, കാവ്യഗുണ്ട, ഈ അന്തിക്കളിലും പ്രണയശാപ്പും എന്ന് പറയുന്ന ആ ഒരു കോമ്പിനേഷൻ. പ്രണയത്തെക്കുറിച്ചുള്ള വരികൾ തന്നെ നോക്കുവാണെങ്കിലേ, ഇപ്പം ഇങ്ങനൊരു വരികൾ നമ്മൾ കേട്ടിട്ട് പോലില്ല. ഒപ്പം നടന്നപ്പോഴെപ്പോഴോ നിൻ കൈയിൽ എൻ്റെ കൈ വേരു പിടിച്ചു, കൊച്ചുമുല്ലത്തൈ പടർന്നു കൈരേഖയിൽ നിത്യം വിരൽത്തുമ്പ് പൂത്തു. ഇങ്ങനത്തെ ഒരു പ്രണയത്തെക്കുറിച്ച് നമുക്കല്ലേ നമ്മുടെ സിരകളിലേക്ക് ഇങ്ങനെ പടരുന്ന ജന്മാന്തരങ്ങൾക്ക് അപ്പുറത്തേക്ക് പോകുന്നൊരു പ്രണയം. അപ്പം ഓറഞ്ച് റോസയ്ക്കിടയ്ക്ക് മുള്ളും കൊണ്ട് പേടിച്ചൊരു ഉമ്മ വിടർന്നു എന്നൊക്കെ പറയുമ്പോൾ എത്ര ഉമ്മകൾ, ഇതൊക്കെ ഏറ്റവും ശക്തമായ പ്രണയ കവിതകളുമാണ്. ഒരേ സമയം ഇത് കഥകളാണ്, അതുപോലെ തന്നെ പ്രണയ കവിതകളുമാണ്. അപ്പോൾ ഏറ്റവും നല്ല രസമെന്ന് വെച്ചാൽ ഇങ്ങനെ തോവാള എന്നൊരു ഗ്രാമത്തിൽ തമിഴ്നാട്ടിലേക്ക് അങ്ങനെ കവി പോയിട്ടേ ഇല്ലെന്നാണ് പറയുന്നത്. പക്ഷേ എത്ര മനോഹരമായിട്ടാണ് അവിടെ ആ ഒരു സങ്കല്പ ലോകമൊക്കെ, ചിത്തിയും തങ്കയും താമര പൂമാല കിട്ടും വരാന്ത തണുപ്പിൽ. അപ്പോൾ നമ്മളും ആ വരാന്തയുടെ തണുപ്പിൽ ഇരുന്ന് പോകും. അപ്പോഴൊരു തീറഞ്ഞിറ്റുന്ന മുട്ടുകൾ. അപ്പോൾ ഈ മുട്ടുകൾ ഇങ്ങനെ നമുക്ക് ആ തണുപ്പ് നമുക്ക് അനുഭവപ്പെടുന്നില്ലേ, എനിക്കിപ്പോൾ എപ്പോഴും നനവ് തോന്നും. അതുപോലെ പിന്നെ നീ തൊട്ട നേരം കണ്ണീരിൽ നിന്ന് ഊർന്നു വീണ കൊയ്യാപ്പഴം എന്നുവെച്ചാൽ പേരക്കയുടെ മണമുള്ള ചുണ്ടുകൾ, ഇതൊക്കെ ഭയങ്കര വളരെ വലിയ ഇമേജസ് ആയിട്ട് നമുക്ക് തോന്നാറില്ല. അല്ല, അതുപോലെ തന്നെ ഭയങ്കര ഇമേജസ് അല്ലെങ്കിൽ വരുന്ന കട്ടിലൊഴിയും മുമ്പ്, അതായത് അന്തിക്കളിലും പ്രണയശാപം എന്ന് പറഞ്ഞ ആ പുസ്തകത്തിൽ വരുന്ന ഈ കവിത വേണ്ട. അടർന്ന പല്ലുകളുടെ വിടവിൽ അടിയേറ്റ് വീണൊരിഴ ജീവിയെപ്പോലെ കുഴഞ്ഞ നാവ്, മൃദു ഞെട്ടുകളിൽ നിന്ന് അടരാൻ വെമ്പുന്ന നീളൻ കായകളായി തൂങ്ങിക്കിടക്കും മെല്ലിച്ച വിരലുകൾ, തൈലക്കുപ്പിയുടെ തിരുക്കടപ്പ് പോലെ കിരുകിരുക്കുന്ന കാൽമുട്ട്, അയഞ്ഞ വിജാഗിരികളും തുരുമ്പിച്ച സാക്ഷകളും, ഞരങ്ങുന്ന തലച്ചോറിൻ്റെ പ്രക്ഷേപണമില്ലാത്ത തകർന്ന നിലയം, കാലത്തിൻ്റെ കട്ടിൽ വിളുമ്പിൽ കാറ്റുമറിച്ചിടാൻ കാത്തിരിക്കുന്ന വക്കുകളുടഞ്ഞ പൂപ്പാത്രം. രസമാണല്ലേ. നമുക്ക് ധാരാളം കവികളുണ്ട്, പക്ഷേ നമ്മളിപ്പോഴും ഷീജാവക്കത്തിൻ്റെ കവിതകൾ വലിയ ആരാധകരാണ്. എന്തുകൊണ്ടാണ് നമ്മൾ ഈ ഷീജാവക്കത്തിൻ്റെ കവിതകൾ ഇത്രയധികം ഇഷ്ടപ്പെടുന്നതെന്ന് ഷെമീനയ്ക്കൊന്ന് പറയാൻ പറ്റുമോ? ഇത്രയും കാച്ചിക്കുറുക്കിയൊരു കവി, അതായത്
ഷീജാവക്കത്തിൻ്റെ ഒരു വരി നമ്മൾ എഴുതണം എന്നുണ്ടെങ്കിൽ നമുക്കത് 100 വരിയായിട്ട് എഴുതാൻ പറ്റുള്ളൂ. ആ രീതിയിൽ അത്രയും കാച്ചിക്കുറുക്കിയ രീതിയിൽ ഓരോ വാക്കുകളും ഓരോ വരികളും എഴുതുന്ന ഒരു കവിയാണ്. അങ്ങനെ ഒരിക്കലും കവിതയിൽ വരാൻ സാധ്യതയില്ലാത്ത ഒരുപാട് ബിംബങ്ങളെയും കൽപ്പനകളെയും കവിതയിലേക്ക് കൊണ്ടുവന്ന ഒരാൾ കൂടിയാണ്. പടിമട്ടത്ത് കയറ്റാൻ പറ്റില്ല വിചാരിക്കുന്ന വാക്കുകളെ വരെയും അതെ അതിലേക്ക് കൊണ്ടുവന്ന ഒരാളാണ്. അപ്പോൾ ആ ഒരു അർത്ഥത്തിൽ നമുക്കൊന്നും കഴിയാത്ത ഒരു സംഭവം ഒരാൾ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആരാധന, സ്നേഹം, പിന്നെ ഈ കവിതയോടുള്ള ആ ഒരു പ്രണയം, അതെല്ലാം കൊണ്ടുമാണ് നിങ്ങൾക്കും എനിക്കും മറ്റുള്ളവർക്കും ഈ ഷീജാവക്കം എന്ന പേര് അത്രയും പ്രിയപ്പെട്ടതാവുന്നത്. കവിതയോട് ഭയങ്കര ആത്മാർത്ഥമായിട്ട് അവനവൻ്റെ ഒരു പരിസരത്ത് നിന്നുകൊണ്ട് വളരെ ആത്മാർത്ഥമായിട്ട് എഴുതുന്ന ഒരു എഴുത്തുകാരിയാണ് അവർ. മാത്രമല്ല നമ്മുടെ ഒരു കാവ്യ പാരമ്പര്യത്തിൻ്റെ ഒരു കയ്യൊപ്പ് അവരുടെ കയ്യിലുണ്ട്. എന്നാൽ അത് പാരമ്പര്യ കവിതയുമല്ല. കാരണം അവരുടെ ഡിക്ഷനൊക്കെ വളരെ പുതിയതാണ്. ഏറ്റവും പുതിയ ഡിക്ഷനിൽ എന്നാൽ നമ്മുടെ പാരമ്പര്യത്തിൻ്റെ സാധ്യതകളെല്ലാം ഉപയോഗിച്ചുകൊണ്ട് വളരെ മനോഹരമായിട്ട് എഴുതുന്ന ഒരാളായിട്ടാണ് എനിക്ക് തോന്നിയത്. എനിക്ക് വളരെ ഇഷ്ടമാണ് അവരുടെ കവിതകൾ. വാസന പുൽക്കാടു മൂടുന്ന നീർച്ചാലിലോർക്കാതെ കാൽ നനയ്ക്കുമ്പോൾ കാട്ടുമുള്ളിൻ കൊത്തുകൊണ്ടു ഞാൻ അന്നു നീ നോക്കി നിൽക്കുമ്പോൾ മരിച്ചു. വെള്ളത്തിനുള്ളിലെ കണ്ണുപോലങ്ങിങ്ങു മങ്ങിത്തുറന്ന മുജ്ജന്മം ഇന്നു ബോധത്തിൽ തെളിഞ്ഞു തീയായി. കവിതയുടെ വഴികളെ കുറിച്ചിട്ട് കവിത വരുന്നൊരു വഴികൾ, അത് എങ്ങനെയാണ് ഒരു കവിത ഇങ്ങനെ നമ്മുടെ മനസ്സിലൊരു രൂപം വന്നിട്ട് അത് ഉരുത്തിരിഞ്ഞ് വരുന്നൊരു അതിൻ്റെ ഒരു സമയം, ഒരു കാലം, അതെങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി? നമ്മളൊരു വ്യക്തമായൊരു ആശയം അല്ലെങ്കിൽ ഒരു കവിതയുടെ സബ്ജക്റ്റ് തീരുമാനിച്ചിട്ട് ഈ കവിത ഇങ്ങനെ തുടങ്ങി ഇങ്ങനെ അവസാനിക്കണം എന്ന് വിചാരിച്ചുകൊണ്ട് ഒരു കവിതയും എഴുതാൻ പറ്റത്തില്ല. നമ്മളൊരു എന്തോ ഒരു അവ്യക്തമായൊരു ആശയം കൺസീവ് ചെയ്യുന്നു, അതിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്നു, പിന്നെ അത് സ്വയം അതിൻ്റേതായ ഒരു വഴി കൂടി തന്നെത്താൻ പോകണം. എന്ന് വെച്ചാൽ അത് കവിത തന്നെ ഡിസൈഡ് ചെയ്യുക. നമ്മൾ എഴുതിയ ആശയമായിരിക്കില്ല, കുറച്ചും കൂടി വരുമ്പോൾ അതിൻ്റെ വഴി മാറിപ്പോവും. നമ്മൾ അതുവരെ ചിന്തിക്കാത്തൊരു തലത്തിലായിരിക്കും, തലമല്ല വേറൊരു വിഷയം തന്നെയായിട്ട് ചിലപ്പം തുടങ്ങിയിടത്തു നിന്ന് മാറാം. അങ്ങനെയുള്ളതാണ് ഓൾമോസ്റ്റ് എല്ലാ കവിതകളും. ഇപ്പം എന്തോ ആയിട്ടായിരിക്കും ആരംഭിക്കുക. അന്തിക്കള്ളൊക്കെ എന്തോ ആയിട്ട് തുടങ്ങിയെന്ന് എനിക്ക് തന്നെ അറിയില്ല. അത് ലാസ്റ്റിൽ എങ്ങനെയൊക്കെയോ ഒരു പരിവാകും. പിന്നെ അതിനകത്ത് കൂടുതൽ സ്പെസിഫിക്കേഷൻസ് വന്നിട്ട് അത് ആ സബ്ജക്റ്റ് കംപ്ലീറ്റ് ആവുന്നത്. എന്നാൽ നമുക്ക് വ്യക്തമായൊരു ധാരണയോട് കൂടി ഒരു കവിത എഴുതാൻ പറ്റുമെന്ന് എനിക്ക് അനുഭവപ്പെട്ടിട്ടില്ല. അങ്ങനെ കഴിഞ്ഞിട്ടില്ല. ഞാൻ അങ്ങനെ എഴുതിയതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. കൃത്യമായിട്ട് ഞാൻ ഇതിനെപ്പറ്റി എഴുതുന്നു, ഇതാണ് എഴുതാൻ പോകുന്നത്, അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ അത് ഭയങ്കര ആർട്ടിഫിഷ്യൽ ആയിരിക്കും. നമ്മൾ വളരെ വെൽ പ്ലാൻഡ് ആയിരിക്കും. നമുക്കല്ലാതെ നമ്മുടെ ഉപബോധത്തിൽ നിന്നോ വഴിയിൽ നിന്നോ വീണ് കിട്ടേണ്ടതായിട്ടുള്ള കുറച്ച് സാധനങ്ങളുണ്ട്. അതാണ് ശരിക്കും ഒരു കവിത ഡിസൈഡ് ചെയ്യുന്നത് എനിക്ക് തോന്നാറുണ്ട്. അത് നമ്മുടെ പഴയ ഓർമ്മകളിൽ നിന്നോ അല്ലെങ്കിൽ നമ്മുടെ ചിന്തകളിൽ നിന്നോ ഒക്കെ ആയിരിക്കും. പക്ഷെ വെൽ പ്ലാൻഡ് ആയിട്ട് ഒരു സാധനത്തിൽ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ അത് നമ്മൾ വളരെ ആ ഒരു കൃത്രിമത്വം അതിനകത്ത് വരുന്ന പോലെ എനിക്ക് തോന്നാറുണ്ട് കേട്ടോ. എല്ലാവർക്കും ആവണമെന്നില്ല, വ്യക്തിപരമായിട്ട് എനിക്ക് അങ്ങനെ തോന്നാറുണ്ട്. എപ്പോഴും കവിത എഴുതുന്ന ആളല്ല ഞാനൊരു ഫുൾ ടൈം കവിയല്ല. അതുകൊണ്ട് തന്നെ കവിയാണോ എന്ന് വെച്ചാൽ ഒരു കവിതയുടെ പ്രോസസ്സിലായിരിക്കുമ്പോൾ മാത്രമാണ്. ഇപ്പൊ ചോദിച്ചാൽ അല്ല, പഴയ കവിതയുടെ പെൻഷൻ വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. ഇപ്പം കവിയല്ല, ഞാനിപ്പോ ഒരു കവിതയിലും ഇല്ല. നമ്മളൊരു കവിതയിലായിരിക്കുന്ന സമയത്ത് മാത്രമാണ് നമ്മളിൽ ആ ഒരു ഇത് വരിക. അതിനിപ്പോൾ നമുക്ക് എങ്ങനെ പറയാൻ പറ്റുക? ഇപ്പോൾ ഒരാളിപ്പോൾ ഒരു ഡാൻസ് പെർഫോം ചെയ്യുമ്പം അയാൾ പെർഫോമർ ആണെങ്കിലും നമ്മൾ അയാൾ ആ ഡാൻസിനെ എൻജോയ് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് ചെയ്യുമ്പോഴല്ലേ, അതിൻ്റെ പെർഫെക്ഷനിൽ ചെയ്യുമ്പോഴല്ലേ. അല്ലാതിരിക്കുമ്പോൾ ഒരു സാധാരണ ആളല്ലേ, വേറൊന്നും ഇല്ലല്ലോ, ഒരു പ്രത്യേകതയും നമുക്കില്ല. അങ്ങനെ തന്നെയുള്ളൂ ഇത് എഴുതുമ്പോഴും. അപ്പം ഒരു ആശയവും കൺസീവ് ചെയ്യാതെ ഇപ്പോൾ ഒന്നില്ലല്ല. ഇപ്പം നിങ്ങളോട് കവി എന്നുള്ള രീതിയിൽ സംസാരിക്കുമ്പോൾ എനിക്കൊരു ചമ്മലുണ്ട്. കാരണം വെച്ചാൽ എനിക്ക് ഇപ്പം ഞാനൊരു വർക്കിലായിരുന്നെങ്കിൽ ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തേരായിരുന്നു. ഞാൻ കവിത എഴുതിക്കൊണ്ടിരിക്കുകയാണല്ലോ, അതൊരു പ്രോസസ്സല്ലേ. അതിലായിരിക്കുമ്പോഴുള്ള ഒരു സന്തോഷം വേറെയാണ്. അങ്ങനെ അല്ലാത്തപ്പോൾ പ്രത്യേകിച്ചൊന്നുമില്ല. ഞാൻ എപ്പോഴൊക്കെ ഏതൊക്കെയോ ഇന്റർവ്യൂവിൽ പറഞ്ഞില്ലേ, ബാധ കയറുന്ന പോലെയാണ്. അത് ഇറങ്ങിക്കഴിഞ്ഞാൽ കഴിഞ്ഞു. അത് പറയുന്നുണ്ട്, എന്റെ കവിത എന്റെ കണ്ണീരാണ്, അങ്ങനെ പറയുന്നത്. ഞാൻ കണ്ടതിലപ്പുറം ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പം നമ്മൾ കാണുക എന്ന് പറയുമ്പോൾ നമ്മൾ ഫിസിക്കലി നേരിട്ട് വന്ന് കാണുന്നതിനപ്പുറം ഒരു ലോകം ഉണ്ടല്ലോ. ഞാനത് ആരോടോ പറഞ്ഞു. നമ്മളിപ്പോൾ തോവാള എന്ന് പറയുന്ന സ്ഥലം ഞാൻ കണ്ടിട്ടില്ല. തമിഴ്നാടിൻ്റെ കുറച്ച് ബാക്ക്ഗ്രൗണ്ട്സ് അറിയാം. നമ്മൾ ട്രിവാൻഡ്രം എന്നുള്ള രീതിക്ക് തമിഴ് അറിയത്തില്ല. ഒരു 6 months ഞാൻ ട്രെയിനി ആയിട്ട് തമിഴ്നാട്ടിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഭാഷ പഠിച്ചതേ ഇല്ലേ. ഞാൻ വിചാരിച്ചു വേഗം ലാംഗ്വേജ് ഒക്കെ പഠിക്കുമല്ലോ, അപ്പോൾ ഒരു വേഗം അങ്ങ് പഠിച്ചു കളയെന്ന് വിചാരിച്ചു. ഞാൻ അതിൻ്റെ അക്ഷരം പോലും പഠിച്ചില്ല. അത്രയും നാൾ അവിടെ ഉണ്ടായിട്ട് ഒരു 6 മാസം ഞാൻ
അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ അപ്പോഴൊന്നും എനിക്ക് ഇങ്ങനെ അവിടെ ഞാനൊരു പൂവും കണ്ടില്ല. നാച്ചുറലി ക്ലിനിക്കിൽ പോകുന്ന തിരിച്ചു വരുന്നു എന്നുള്ളതിനപ്പുറം ഒന്നും കണ്ടില്ല. തോവാള ഞാൻ കണ്ടിട്ടുമില്ലല്ലോ. തോവാളയിൽ കുറ്റിമുല്ല മെയിൻ കൃഷിയാണെന്ന് ഞാൻ ഈ കവിത എഴുതിയതിന് ശേഷമാണ് അറിഞ്ഞത്. പക്ഷെ നമ്മുടെ ബോധത്തിലൊരു തോവാള ഉണ്ടല്ലോ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാ പൂക്കളും ഇഷ്ടമാണ്. അപ്പം പൂക്കളുടേതായിട്ടുള്ള ഒരു ലോകം എന്ന് പറയുന്ന ഒരു അത്ഭുത ലോകമല്ലേ. അപ്പം ഇപ്പോഴും നമ്മൾ ആ സ്ഥലം കണ്ടിട്ടില്ലാത്തതുകൊണ്ട് നമുക്കിങ്ങനെ വിചാരിക്കാം തോവാളയിൽ പോയാൽ അവിടെ ആ വീടുണ്ട്, അവിടെ ഒരു ചിത്തിയും തങ്കയും മറ്റേ ആളും ഇരിപ്പുണ്ട്. അത് അത്രയും ഫോണ്ടായിട്ടുള്ള ഒരാൾ അവിടെ ഉണ്ട്. പക്ഷെ നമുക്ക് ഏറ്റവും ഫോണ്ടായിട്ടൊരു സാധനം കിട്ടിയിട്ട് അത് മിസ് ചെയ്യുമ്പം അത് വേണമെന്ന് തോന്നുന്ന ഒരു ആഗ്രഹം ഉണ്ടല്ലോ, അത് അനുഭവിച്ചിട്ടില്ലാത്ത ആരെങ്കിലും ഉണ്ടാവുമോ? എനിക്കറിയത്തില്ല. എന്തെങ്കിലും പ്രണയിച്ചിട്ടുള്ളവരൊക്കെ ഉണ്ടാവും. പ്രണയത്തിന് പല മുഖങ്ങളും ഉണ്ടാവും. അന്തിക്കള്ള്, പ്രണയഷാപ്പ്, അതുപോലെ തന്നെ കുറേ പൂക്കൾ, എരിക്കിൻ പൂവ്, മുരിക്കിൻ പൂവ്, മുരിങ്ങ, അതുപോലെ വരിക്ക, തേൻവരിക്ക, ഇതെല്ലാം എങ്ങനെ കവിതയിലേക്ക് കൊണ്ടുവരണം? അതെന്ന് വെച്ചാൽ ഇൻറ്റൻഷണലായിട്ട് ചെയ്യുന്നതല്ല, ഒരു പരിധിവരെ ഇൻറ്റൻഷണൽ ആണേനും. കാരണം വെച്ചാൽ നമ്മൾ കണ്ട ഒരു ലോകം ഉണ്ടല്ലോ, അത് ഞാൻ ചില കാര്യങ്ങൾ പക്ഷേ എനിക്കത് നമ്മുടെ ഉപബോധത്തിൽ കിടപ്പുണ്ട്. അന്ന് തൊട്ടേ ഞാൻ എൻ്റെ ആദ്യത്തെ ഓർമ്മയിൽ തൊട്ടേ പൂക്കൾ അല്ലെങ്കിൽ പ്രകൃതി, വെള്ളം, കുളം, അതിൻ്റെയൊക്കെ ഒരു ഭയങ്കര ഭ്രാന്തുള്ള ആളായിരുന്നു. കുളത്തിലിറങ്ങുക, പായൽ വറുക്കുക, അല്ലെങ്കിൽ പൂക്കളെ കണ്ടു കഴിഞ്ഞാൽ അത് ഇറുത്തെടുക്കണം എന്നുള്ള വലിയ സംഭവമൊന്നുമല്ല കേട്ടോ. എനിക്കങ്ങനെ ഇറുത്തെടുക്കണം എന്നല്ല തോന്നിയിട്ടുള്ളത്. അതൊരു തരം വിഷമാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. കാരണം നമ്മൾക്ക് എങ്ങനെ അതിനെ ആവിഷ്കരിക്കാൻ പറ്റും? നമ്മളിപ്പോൾ ഏറ്റവും ഭംഗിയുള്ള ഒരു സാധനം കാണുമ്പം അത് എത്ര നൈമിഷികമാണെന്നുള്ളതല്ലേ നമ്മളെ അലട്ടുന്നത്. ഒരു പൂ ഒരാൾ നമുക്ക് തന്നു, ഇത് എത്ര നേരം ആടാതിരിക്കും? ഒരു 20 മിനിറ്റ് അല്ലെങ്കിൽ ഒരു മണിക്കൂറോ നമുക്ക് ആ സന്തോഷം ഉള്ളല്ലോ, അത് കഴിഞ്ഞാൽ അത് പോവല്ലോ. പിന്നെ ഇതിനെ എങ്ങനെ നിലനിർത്തും എന്നുള്ളൊരു ആദിയില്ലേ, അത് തന്നെയാണ് ശരിക്കും ആവിഷ്കാരത്തിൻ്റെ കാതൽ എന്ന് എനിക്ക് തോന്നിയിട്ട്. അപ്പം അതിനെ നമ്മൾ ആവിഷ്കരിക്കാൻ ശ്രമിക്കും. നമുക്കൊരു പനിനീർ റോസാപ്പൂവിനെ എങ്ങനെ ആവിഷ്കരിക്കാം? വരയ്ക്കുന്ന ആൾക്ക് വരയ്ക്കാം, പറയാം, അതിൻ്റെ ഗന്ധം എങ്ങനെ അനുഭവിക്കാൻ പറ്റും? അതൊരു തരം വെപ്രാളല്ലേ. അപ്പം അത് കാണുമ്പോൾ നമുക്ക് ആവിഷ്കാരാതീതമായ എന്തോ ഒന്നിനെ അനുഭവിക്കുന്നതിലുള്ള ഒരു അലട്ടലാണ് ശരിക്കും പറഞ്ഞാൽ. ആസ്വാദനത്തിനേക്കാൾ ഉപരി അതിൻ്റെ ഒപ്പം തന്നെ നിൽക്കുന്നതെന്നൊരു സംഭവം ഉണ്ടല്ലോ. എൻ്റെ ഒരു 3-4 വയസ്സ് പ്രായത്തിൽ നമുക്ക് അമ്മയുടെ വീട്ടിലേക്ക് പോകുന്ന ഒരു വഴി, അവിടുന്ന് കുറച്ച് പറമ്പുണ്ട് മുകളിലേക്ക്, ഒരു കുന്നിൻ്റെ മുകളിൽ, അതൊരു നടവഴിയേ ഉള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ നടന്നു പോകുന്നു. അപ്പോൾ പോകുന്ന വഴിക്കുള്ള ഒരു പ്രകൃതി ഉണ്ടല്ലോ, നമ്മൾ തീരെ ചെറുതാണ്. അപ്പം ചെറിയ കാട്ടുതെച്ചി ഉണ്ടാവും, അരിപ്പൂ ഉണ്ടാവും. അപ്പം അതിൻ്റെയൊക്കെ നടുക്കൂടെയാണ് പോകുന്നത്. അപ്പോൾ ആ സ്മെല്ലടക്കം മനസ്സിലുണ്ട്. അപ്പം അങ്ങനെ ആലോചിക്കുമ്പം അത് ഞങ്ങൾക്ക് വരുന്നുണ്ട്. കാരണം ഞങ്ങളുടെ വഴികളിൽ ഇതൊക്കെ ഉണ്ട്. അപ്പോൾ എനിക്കത് ഫീൽ ചെയ്യുന്നുണ്ട് പോകുന്ന വഴി. അതുകൊണ്ടാണ് ഞാൻ ഇതിന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത് എന്താ പറയുക, ഏത് ആവിഷ്കാരവും, കഥയോ കവിതയോ ചിത്രരചന എന്തായാലും വാട്ട് ഐ ഫീൽ അതുപോലെ ഷെയർ ചെയ്യാനുള്ള ഒരാളുടെ ഒരു വെപ്രാളമാണ് ഈ ആവിഷ്കാരത്തിനുള്ള വിഷമം എന്ന് പറയുന്നത്. അത് എത്ര % ഷെയർ ചെയ്യാൻ പറ്റും എന്നുള്ളതായിരിക്കണം ഒരാളുടെ പ്രതിഭ. നമുക്കിപ്പോൾ നമ്മൾ കാണുന്ന അല്ല, എനിക്കിപ്പോൾ ഒരു ഫീൽ ഉണ്ട്, അത് എനിക്ക് നിങ്ങളിലേക്ക് എത്തിക്കണം. ഞാൻ അനുഭവിച്ച ഇൻറ്റൻസിറ്റി നിങ്ങൾക്ക് 100% തരാൻ എനിക്ക് വാക്കുകൾ കൊണ്ട് പറ്റണ്ടേ. അപ്പം അത് നിങ്ങളിലേക്ക് എത്തിയാൽ അത് വിജയിച്ചു. പക്ഷെ അത് എത്തുമ്പോഴും നിങ്ങൾക്കൊരു അനുഭവ മണ്ഡലം ഉണ്ട്, കണക്ട് ചെയ്യുന്നത് അതുമായിട്ടാണ്. ഇപ്പം ഞാൻ അമ്മയെക്കുറിച്ച് പറഞ്ഞു, അമ്മയില്ലാത്ത ആരുമില്ല. ഏതെങ്കിലുമൊക്കെ ഘട്ടത്തിൽ അമ്മ ഇല്ലായ്മ അനുഭവിച്ചില്ലെങ്കിൽ പോലും അമ്മ ഉള്ളത് അനുഭവിച്ചിട്ടുണ്ടല്ലോ. അപ്പം ഇല്ലാതിരുന്നാൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ളൊരു വേദന ഉണ്ടല്ലോ, അത് ഉള്ളയാൾക്ക് അറിയാം. ഇപ്പോൾ ഉള്ള ഒരു പ്രസൻസ് ഇല്ലാതാകുമ്പോൾ ഉള്ള ശൂന്യത എന്താ എന്നുള്ളത് നമ്മുടെ ഉള്ളിൽ കിടക്കുന്നതുകൊണ്ടാണ് ഇല്ലാത്തൊരാൾ വിഷമം പറയുമ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇല്ലാതായാൽ എന്താകും എന്നുള്ളൊരു ആധി നമ്മുടെ ഇല്ലായ്മ മറ്റൊരാളിൽ ജനിപ്പിക്കുമ്പോഴാണ് അത് സക്സസ്ഫുള്ളി കൺവേ ചെയ്യുന്നത്. എല്ലാവരുടെയും ആശയങ്ങളും ഐഡിയകളും ഒന്നല്ല. എൻ്റെ അമ്മയെ പറ്റി എനിക്കുള്ള വേദനകളും ആധികളും ആയിരിക്കില്ല മറ്റൊരാൾക്കുള്ളത്. പക്ഷെ അയാൾക്കും ഉണ്ട് അയാളുടേതായിട്ടൊരു ലോകം. അപ്പോൾ അതുമായിട്ട് നമുക്ക് നേരിട്ട് ഇന്ന് കണക്ട് ചെയ്യാൻ പറ്റുമ്പോഴാണ്. പിന്നെ എന്ന് വെച്ചാൽ എല്ലാവരുടെയും വായനക്കാരും അല്ലല്ലോ. എനിക്ക് തോന്നുന്നത് നമുക്കൊരു വൈബ് ഉണ്ട്. നമ്മുടെ വൈബ് എന്ന് പറയുന്നത് അതാണ്. ആ വൈബ്രേഷൻ തന്നെയാണ് അപ്പുറത്തുള്ളതെങ്കിലാണ് നമ്മൾ കണക്ട് ആകുക. അന്തിക്കള്ള്, മന്മഥദാസ, പുഷ്കരൻ കാറ്റ് തുടങ്ങിയ കവിതകളിൽ ആവിഷ്കരിക്കുന്ന ചില പുരുഷാനുഭൂതികൾ എങ്ങനെ ഇത്ര തന്മയത്വത്തോടെ അവതരിപ്പിക്കുന്നു എന്ന് അത്ഭുതപ്പെടുന്ന ആരാധകന്മാരുണ്ട്. എന്താണ് കവിയുടെ പ്രതികരണം? ശരിക്കും പറഞ്ഞാൽ പുരുഷ അനുഭൂതി എന്നുള്ളതല്ല, പുരുഷൻ എന്നുള്ളതല്ല. നമ്മളിപ്പോൾ ഈ മന്മഥദാസ ഡീൽ ചെയ്തൊരു തീമുണ്ട് എന്ന് വെച്ചാൽ, ഇപ്പം അന്ന് ബസ്സിൽ ഒരു പ്രശ്നം ഉണ്ടായല്ലോ. ആ കുട്ടിയുടെ പേരെന്തായിരുന്നു? മസ്താനി. ഒരാള് അപ്പുറത്തിരുന്ന്
കിടന്ന് മാസ്റ്റർബേറ്റ് ചെയ്യുന്നു. അതിനെ പ്രതികരിച്ച ആളാണ് പ്രതിയായത്. ഈ കക്ഷിയെ ജയിലിൽ നിന്ന് വരുമ്പോൾ മാലയിട്ടിട്ടാണ് കൊണ്ടുവരുന്നത്. അപ്പൊ അത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹമുണ്ട്, കുട്ടികളടക്കമുള്ള സ്ത്രീകളടക്കമുള്ള മൊത്തം മനുഷ്യരുണ്ട്. അപ്പൊ നമുക്കത് തന്നൊരു ഫീൽ എന്താണ്, നമുക്കത് ഉണ്ടാക്കിയൊരു അമർഷം എന്താണ്? ഒരാളൊരു പീഡന കേസ് ഉന്നയിക്കുമ്പോൾ അവർ ഇയാളെ പ്രലോഭിപ്പിച്ച് ജയിപ്പിച്ചു എന്ന് വരെ പറയുന്ന തരത്തിലുള്ള അതിന്റെ താഴേക്ക് വരുന്ന കമന്റ്സ് കണ്ടിട്ടുണ്ടോ? ഇങ്ങനെ ഒരു ഇതിന്റെ കൾപ്രിറ്റ് എന്ന് പറയുന്നത് ആ സ്ത്രീയാണെന്ന് ആക്കിക്കൊണ്ട് ഇയാളെ ഇതാക്കുന്ന ഒരു സംഭവമല്ലേ. അപ്പൊ നമുക്ക് തോന്നുന്ന ഒരു ഇറിറ്റേഷൻ എങ്ങനെ നമ്മൾ പ്രകടിപ്പിക്കുക? വേറെ എന്താ ഇതാ? അപ്പൊ ശരിക്കും പറഞ്ഞാൽ ആ ഒരു ഇത് മനസ്സിൽ കിടന്നിട്ടാണ് അതൊരു ഒറിജിനൽ സംഭവത്തിനോടുള്ള ഒരു കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സാധനം തന്നെയാണ്. ഒരാള് എന്താ പറയാ മതിൽ ചാടുന്നു, ഒരു കിടപ്പുമുറിയിലേക്ക് എത്തി നോക്കുന്നു, പുളിങ്കൊമ്പ് കയറിയൊക്കെ കൂടെ പൊട്ടിയടിച്ച് താഴെ വീഴുന്നു. ഇയാളെ പ്രതിയായി കഴിഞ്ഞാൽ എന്താണ്, എത്തി നോട്ടക്കാരൻ ആന മേലെ പട്ടണം ചുറ്റുന്നു. അതേസമയം കുറ്റം ഇത് വിളിച്ചു പറഞ്ഞ ആൾക്ക് പെൺകുട്ടിക്കാണ് അതിൽ പ്രശ്നം. വരികൾ ഞാൻ ഓർക്കുന്നില്ല. ആ പെൺകുട്ടിക്കാണ് അതിൽ പ്രശ്നം എന്നുള്ളത് അതൊരു സംഭവം തന്നെയാണ്. നമ്മുടെ സമൂഹം എന്നെ ഇറിറ്റേറ്റ് ചെയ്തൊരു വിഷയം കേട്ടോ. അത് അന്ന് എങ്ങനെ നമ്മൾ എല്ലാത്തിനും എന്ത് തരത്തിലാണ് പ്രതികരിക്കേണ്ടത്? നമുക്ക് ആകെ ഒരു പ്രതികരണ മാർഗമേ ഉള്ളൂ, കവിതയാണ്. എന്ന് വെച്ചാൽ ലോകത്ത് കാണുന്ന എല്ലാം നമുക്ക് പ്രചരിപ്പിക്കണം എന്നില്ല. പക്ഷെ ഇതിലും വലിയ സംഭവങ്ങൾ നടക്കുമ്പോൾ ചിലപ്പോൾ ഒന്നും തോന്നില്ല. ഇത് തോന്നി എഴുതി. പുഷ്കരൻ കൊടുങ്കാറ്റ് ഡീൽ ചെയ്ത സബ്ജക്റ്റും ഇതേപോലെ തന്നെ നമ്മളെ ഫ്രസ്ട്രേറ്റ് ചെയ്യിപ്പിക്കുന്ന ഒന്നാണ്. എന്നുവെച്ചാൽ രണ്ടുപേര് തമ്മിലുള്ള പ്രണയം, അല്ലെങ്കിൽ ഒരാളൊരു പ്രണയം നിരസിക്കുക എന്ന് പറഞ്ഞാൽ ഉടനെ ആ വ്യക്തിയെ ലോകത്ത് നിന്ന് ഉന്മൂലനം ചെയ്യുക എന്ന് പറയുന്ന ഒരു മാനസികാവസ്ഥ എങ്ങനെയാണ് ഒരു മനുഷ്യന് ഉണ്ടായി വരുന്നത്? എങ്ങനെ ഒരു പുരുഷൻ അങ്ങനെയായി മാറുന്നത്? എനിക്ക് കിട്ടാത്തൊരു സാധനം എക്സിസ്റ്റ് ചെയ്യുന്നില്ല, അല്ലെ എനിക്ക് കിട്ടേണ്ടതാണ്, എനിക്ക് അടിപ്പെടേണ്ടതാണ് ഈ സ്ത്രീ എന്നുള്ള ഒരു തോന്നൽ എങ്ങനെയാണ് ഉണ്ടായി വരുന്നത്? ആ ഒരു രൂപകൽപ്പന ചെയ്ത് നമ്മുടെ സമൂഹം അതിനെ കൊണ്ടുവരുന്ന ഒരു ഇതാണ് ആ കൊടുങ്കാറ്റിൽ കൂടെ. ആദ്യം അതിങ്ങനെ പിച്ച വെച്ച് നടക്കുന്ന ഒരു കാലം, കുട്ടി കുസൃതിയൊക്കെ കാണിച്ചു. ഇങ്ങനെ അതിൽ തന്നെ ഉണ്ടല്ലോ, കള്ളക്കരിമ്പുള്ളി മീനിനൊപ്പം വെള്ളത്തിൽ മുങ്ങി ജയിച്ചു പൊങ്ങി. പിന്നെ തിമിംഗല കുട്ടികളൊക്കെ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചൊക്കെ കളിച്ച് വലുതായി വന്നു. വലുതായി വരുമ്പോഴത്തേക്ക് ഒരു മെയിൽ ഈഗോ ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അമ്മ പറയാണ് പൊട്ടിക്കരയരുതാണ് ഒരുത്തൻ, കരയാൻ പാടില്ല, യു ആർ സംതിങ് സ്പെഷ്യൽ, കരയുന്നൊക്കെ പെണ്ണുങ്ങളല്ലേ എന്നുള്ള രീതിയിൽ ആ ഈഗോ ബിൽഡപ്പ് ചെയ്തുകൊണ്ട് എല്ലാം എനിക്ക് കിട്ടേണ്ട, അപ്പോൾ കിട്ടാണ്ടാത്തതിനൊക്കെ തകർക്കാം എന്നുള്ളൊരു ധാരണ. അതിൻ്റെ കുറച്ചുകൂടെ ഒരു സൂപ്പർലേറ്റീവിൽ എത്തുമ്പോഴാണ് ഇത്തരത്തിൽ. അതിലെന്ന് വെച്ചാൽ ഭൂമിയെ കണ്ട് പ്രേമിച്ചു, ഇഷ്ടമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നശിപ്പിക്കുകയാണ്. അവസാനം എന്താ ചെയ്യുക? അതിൽ ആ കാറ്റ് തന്നെ വിഡ്ഢി മരക്കൊമ്പിൽ തൂങ്ങി നിന്നു എന്നാണ്. അത് തന്നെ അവസാനം സ്വയവും ഇല്ലാതാകും. അപ്പൊ അതൊരു ജ്വരം പോലെ നമ്മുടെ സമൂഹത്തിലില്ലേ? ഇടയ്ക്ക് ഇത് തന്നെ അല്ലായിരുന്നു ദിവസവും പ്രണയ കൊലപാതകം. അതിന് പ്രണയം കൊലപാതകം എന്നല്ല പറയേണ്ടത്, അത് അതിൽ പ്രണയം ഇല്ല, ഇത് കൊലപാതകമാണ്. പ്രണയക്കൊല എന്നുള്ള വാക്ക് തന്നെ ശരിക്കും പറഞ്ഞാൽ ഇല്ലായ്മയപ്പെടേണ്ട ഒന്ന്. അങ്ങനെ ഒരു വാചകം ഇല്ല. കഥകൾ നന്നായിട്ട് വായിക്കുകയും ചെയ്യുന്നു. ഞാൻ അന്തരിച്ചു പോയൊരു കഥാകൃത്താണ് ശരിക്കും പറഞ്ഞാല്. എന്താ വെച്ചാല് നമ്മള് ഇപ്പൊ ബാലപംക്തിയിലെ ഞാൻ എഴുതി തുടങ്ങിയത് കഥയും കൂടാണ്, കഥയും കവിതയുമായിട്ടാണ്. മാതൃഭൂമിയുടെ ബാലപംക്തിയിൽ ആദ്യം വന്നത് കഥയാണ്. ഭയങ്കര ഫിക്ഷനൊക്കെ ആയിട്ടൊക്കെയാണ് കഥ എഴുതിയത്. അപ്പൊ കഥയാണോ എൻ്റെ മേഖല, കവിതയാണോ എൻ്റെ മേഖല ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല. കഥയും എഴുതും, കവിത എഴുതും. ബാലപംക്തിയിൽ അത് പബ്ലിഷ് ചെയ്യും. ഞാൻ അങ്കണത്തിന്റെ ഒരു ക്യാമ്പിന് പോയി. ഞാൻ ഇത്തിരി സെൻസിറ്റീവാണ് കേട്ടോ. അപ്പൊ എന്ന് വെച്ചാൽ ക്യാമ്പിന് പോയിട്ട് അവിടെ കഥാ ക്യാമ്പാണ്. പക്ഷെ എനിക്ക് എൻ്റെ ഒരു കുറച്ചുകൂടെ ഹോൾഡുള്ള മേഖല കവിതയാണ്. പക്ഷെ കഥാ ക്യാമ്പിനാണ് എന്നെ ഇൻവൈറ്റ് ചെയ്തത്. കാരണം ഇതിൽ കഥ എഴുതുന്നതുകൊണ്ട്. അപ്പോൾ ആ ക്യാമ്പിൽ പോയി. അപ്പോൾ കഥയെക്കുറിച്ച് ഇങ്ങനെ ചർച്ച ചെയ്യുമ്പോൾ ഞാനൊരു കഥ അവതരിപ്പിക്കുന്നു. അത്രയും ആൾക്കാർ എഴുന്നിട്ട് ആ കഥയുടെ ഇസ്തെറ്റിക്സ് അല്ലെങ്കിൽ കഥയുടെ സബ്ജക്റ്റ് അതൊന്നുമല്ല, നിലത്തിട്ട് അതിനെന്തോ തറയോടുന്നെന്തോ ഒന്ന് ഞാൻ എഴുതിയതിൽ ആ തറയോട് അതല്ല എന്നുള്ള വിഷയത്തിലാണ് അവിടെ ചർച്ച നടന്നത്. തറയോട് എന്ന് പറയുന്ന വാക്കുമ്മയിലാണ് ആ ചർച്ച മുഴുവൻ പോയത്. കഥയില്ല, മറ്റുള്ള ഒരു കാര്യം. ഞാൻ അമ്പരന്ന് പോയി. ചെറിയ കുട്ടിയാണെന്ന്, ഡിഗ്രി ഫസ്റ്റ് ഇയർ ആണ്. അപ്പോൾ ഒന്നല്ലേ ഞാൻ ആശയക്കുഴപ്പത്തിലായിരുന്നു. പിന്നെ ഇവരുടെയൊക്കെ ഈ ഒരു കഥകളൊക്കെ കേട്ടപ്പോൾ തന്നെ എനിക്ക് കുറേയൊക്കെ മടുപ്പാ തോന്നി. ഞാൻ അവിടുന്ന് നമ്മുടെ മാതൃഭൂമിയുടെ അനൂപേട്ടൻ, മരിച്ചുപോയ അനൂപേട്ടനുണ്ടേ, അനൂപേട്ടനായിരുന്നു അന്ന് ഇതിൽ ചർച്ച ചെയ്ത ഒരാള്. ഞാൻ അന്ന് ഡിസൈഡ് ചെയ്തു ഞാൻ ഇനി കഥ എഴുതുന്നില്ല. അവിടെ നിന്ന് തീരുമാനിച്ചു. അതോടുകൂടി കഥ എഴുത്ത് നിർത്തിയിട്ടാണ് വന്നത്. അനൂപേട്ടൻ കുറേ കാലം എന്നെ വീണ്ടും കോണ്ടാക്ട് ചെയ്തിരുന്നു എഴുതണം എന്ന് പറഞ്ഞിട്ട്. ഞാൻ പിന്നെ കഥ എഴുതിയിട്ടില്ല, എൻ്റെ മേഖലയായിട്ടില്ല കഥ. പ്രിയപ്പെട്ട കവിയെ പറ്റിയല്ലേ പറഞ്ഞത്? അങ്ങനെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു കവിയൊന്നും ഇല്ല. ഏറ്റവും പ്രിയപ്പെട്ട ഒരുപാട് പേരുണ്ട്. പിന്നെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് ചില ആൾക്കാരുടെ കവിതകൾ വായിക്കുമ്പോൾ എന്താ പറയുക, നമ്മൾക്കൊരു പ്രചോദനം തരുന്ന കവിതകളുണ്ടാവും. നെരൂദയുടെ
കവിത, ഒക്ടോവിയോ പാസിന്റെ കവിത ആലോചിച്ചു. 100 കൊല്ലം മുന്നേ അവതരിപ്പിച്ച വിഷയമല്ല ഞാൻ പറയുന്നത്. വിഷയം ഈസ് എക്സ്ട്രീംലി ഡിഫറെന്റ്. അത് ഒരാൾക്കും ചെയ്യാൻ കഴിയില്ല. 100 വർഷം മുമ്പേ ആ ജാതി രക്തത്തിലുണ്ടോ എന്ന് ചോദിച്ചത് ഇപ്പോഴും പ്രസക്തമാണ്. തമ്മിൽ കലർന്നാൽ ഗുണമെഴും പൂക്കളെ സമ്മേളിപ്പിപ്പിൻ സരസമായി എന്ന് പറഞ്ഞത് 100 കൊല്ലം മുന്നെയാണ്. അത് പറഞ്ഞത് ചാത്തനെയും സാവിത്രിയും കൂടെ കല്യാണം കഴിപ്പിക്കുമ്പോൾ അന്നത്തെ കേരളത്തിന്റെ ഒരു സാമൂഹ്യ സാംസ്കാരിക സാഹചര്യം നമുക്കറിയാം. അപ്പോഴും അത് പറയാൻ പറ്റി. ഇപ്പോഴത്തെ ഒരു കവിക്കും സങ്കല്പിക്കാൻ കഴിയാത്ത ഭാവനകളാണ്. ആശാന്റെ ഓരോ ഇമേജ് മാത്രമായിട്ട് നമ്മൾ എടുത്തു നോക്കിയാലും അങ്ങനെയാണ്. ശരിക്കും പറഞ്ഞാൽ തിരിയും രസബിന്ദു പോലെയും പൊരിയും നെന്മണി എന്ന പോലെയും എന്നാണ് ആശാന്റെ സീതയുടെ മനസ്സിനെ പറ്റി പറയുന്നത്. രസം എന്ന് പറഞ്ഞാൽ മെർക്കുറിയാണ്. അപ്പം ഞങ്ങൾക്ക് കുറച്ചുകൂടി അതുമായിട്ട് ഫെമിലിയാറിറ്റി ഉണ്ട്. മെർക്കുറി ശരിക്കും പറഞ്ഞാൽ ഓടുന്ന കണ്ടിട്ടുണ്ട്. ബി.പി. അപ്പാരറ്റസിനകത്തിരിക്കുന്ന മെർക്കുറി നിലത്ത് വീണ് കഴിഞ്ഞാൽ നമുക്ക് പിടിക്കാൻ കിട്ടത്തില്ല. പാരതം രാജാവ് എന്നൊക്കെ പറയും, രസരാജാവ് എന്നൊക്കെ പറയും. അത് കിടന്ന് ഓടുക ചെയ്യാം. അതുപോലെയാണ് ശരിക്കും മനസ്സിന്റെ വികാരങ്ങളെ പറയുന്നത്. തിരിയും രസബിന്ദു പോലെയും. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചെറിയ ചെറിയ കുളങ്ങളിൽ നിന്നുകൊണ്ട് വലിയൊരു സമുദ്രത്തിന് സ്വപ്നം കാണാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് പലപ്പോഴും മലയാള കവിത പോകുന്നതുകൊണ്ടാണ് ആശാൻ പഴഞ്ചൻ എന്ന് പറയാൻ തോന്നുന്നത്. തീവ്രസ്ഫോടനം സമസ്താംഗവും തകർത്തൊരു പ്രാകൃത ജലജീവി പോലെ ഗലീലിക്കടൽ ആർത്തിരമ്പുന്നു തീരമാകെയാ നീലച്ചോര ആർത്തനാദത്തിൽ ഞെട്ടിത്തരിച്ചു യഹൂദിയ. പോർവിമാനം പോൽ പാറിപ്പോകയോ മീവൽ പക്ഷി താഴെ വിഹ്വലം കേൾപ്പൂ ഭൂമിനിൻ ചിറകടി. പാതിരാ കുർബാനയ്ക്കു വേദിയിൽ അൽത്താരകൾ മ്ലാനമായർപ്പിക്കുന്നു ചോര തന്നിളം ബലി. കവിത എന്താണ്, എങ്ങനെയാണ് അനുഭവപ്പെടുന്നത് എന്ന ചോദ്യത്തിനുള്ള മറുപടി എന്നോണം കവി പറയുന്നു, കവിത ഒരു പ്രതീക്ഷയാണ്. ഓരോ യാത്രയും ഓരോ ലോകത്തേക്കാണ്. തലയ്ക്ക് പരിക്കേറ്റ് കോമയിലേക്ക് വീഴുന്നവരെ പോലെ ചിലപ്പോൾ കവികൾ. കോമ സ്റ്റേജിലുള്ളവർ ശരീരത്തിനുള്ളിൽ പൂട്ടിയിട്ട ഉയിരുകളല്ലേ. അവരുടെ ദുർബലബോധം കണ്ണുകളെ വാതിലിൽ ഇടിച്ചുകൊണ്ടേയിരിക്കുന്നു. കനത്ത ചങ്ങല വീണ് ആ ഇരുമ്പ് താഴെ അനങ്ങുന്ന പോലുമില്ല. അപ്പുറത്തെ ലോകത്തിന്റെ അവ്യക്തമായ ഒച്ചകൾ ഇപ്പുറത്ത് വന്ന് വീഴുന്നുണ്ട്. ഉണരൂ എന്ന് ആരൊക്കെയോ പിടിച്ചു കുലുക്കുന്നുണ്ട്. ഉള്ളിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ശരീരത്തിന്റെ തടവറയിൽ അവർ പരക്കം പായുമ്പോഴും സർവ്വശക്തിയും എടുത്ത് ഉണരാൻ പരിശ്രമിക്കുമ്പോഴും പുറമേയെല്ലാം നിശ്ചലമായിരിക്കും. മറ്റുള്ളവർക്ക് ശാന്തമായൊരു നിദ്ര മാത്രം അനുഭവവേദ്യമാകുന്നു. ഉറങ്ങുകയാണ്. മന്ത്രവാദിനിയുടെ വിഷമയമായ ആപ്പിൾ കടിച്ച സുന്ദരിയെപ്പോലെ മനസ്സിനുള്ളിലെ കവിതയും ചിലപ്പോൾ ഇതുപോലെയാണ്. അവളെ ഏറ്റവും സ്നേഹിക്കുന്നവൻ വരും. നെറ്റിയിൽ ആ ഈറൻ ചുണ്ടുകൾ ചുംബിക്കുമ്പോൾ കൺപോളകൾ താൻ അറിയാതെ തുറക്കും. ഈ കോമ കവിതയാണോ ജീവിതമാണോ എന്ന് ഞാൻ അത്ഭുതപ്പെടുന്നു. മാറിക്കൊളുന്തുമായി ചാരത്തു നിൽക്കയാണാടിത്തിരുവിഴക്കാലം. തോവാളയിൽ പണ്ടു നമ്മൾ പൂക്കാരായി ജീവിച്ചൊരാനന്ദലോകം. മാറിക്കൊളുന്തുമായി ചാരത്തു നിൽക്കയാണാടിത്തിരുവിഴക്കാലം. തോവാളയിൽ പണ്ടു നമ്മൾ പൂക്കാരായി ജീവിച്ചൊരാനന്ദലോകം. കുറ്റിമുല്ലയ്ക്കു തടം തുറന്നും പനവട്ടിയിൽ പൂനുള്ളി വെച്ചും ലെക്കുകെട്ടോടുന്ന ചില്ല കോതിക്കൊണ്ടു നിർത്താതെ എന്തോ പറഞ്ഞും. ഒപ്പം നടന്നപ്പോഴെപ്പോഴോ നിൻ കയ്യിൽ എൻ്റെ കൈ വേരു പിടിച്ചു. കൊച്ചുമുല്ലത്തൈ പടർന്നു കൈരേഖയിൽ നിത്യം വിരൽ തുമ്പു പൂത്തു. ഒപ്പം നടന്നപ്പോഴെപ്പോഴോ നിൻ കയ്യിൽ എൻ്റെ കൈ വേരു പിടിച്ചു. കൊച്ചുമുല്ലത്തൈ പടർന്നു കൈരേഖയിൽ നിത്യം വിരൽ തുമ്പു പൂത്തു. മാറിക്കൊളുന്തുമായി ചാരത്തു നിൽക്കയാണാടിത്തിരുവിഴക്കാലം. തോവാളയിൽ പണ്ടു നമ്മൾ പൂക്കാരായി ജീവിച്ചൊരാനന്ദലോകം.